റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. വിശുദ്ധിയുടെ നാളുകൾ നമ്മിൽ നിന്നും വിട പറയുന്നു. മുഅ്മിനീങ്ങളുടെ മനസ്സുകൾ പിടക്കുന്നു. നാം ചെയ്ത അമലുകളൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യയോഗ്യമാകട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലിക്സിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഞാൻ നരിപ്പറമ്പിൽ നിന്ന് മുഹമ്മദ് കുട്ടിയാണ്. നരിപ്പറമ്പിൽ നിന്ന് മുഹമ്മദ് കുട്ടി. എന്ത് ചെയ്യുന്നു? ഞാൻ കൃഷിപ്പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. കൃഷിപ്പണിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അല്ലേ? എങ്ങനെ ഇപ്പൊ പണിയൊക്കെ ഉണ്ടാവാറുണ്ടോ? കുഴപ്പമില്ല, പോകുന്നുണ്ടല്ലേ? എന്തൊക്കെ പിന്നെ റമദാൻ വിശേഷങ്ങളൊക്കെ? റമദാന് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ? ചോദ്യത്തിലേക്ക് കടക്കാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. ചോദിക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ മൈമൂന റളിയല്ലാഹു അൻഹ വഫാത്തായ വർഷം ഏതാണ്? ഓപ്ഷൻ വേണോ? കിടന്നോട്ടല്ലേ, നല്ലതാണ്. ഹിജറ 31, ഹിജറ 41, ഹിജറ 51. 31 ഉറപ്പിക്കാം? സംശയമില്ല. മൈമൂന ബീവി വഫാത്തായ വർഷമാണ് ചോദിച്ചത്. ഉറപ്പിക്കാം അല്ലേ? ഹിജറ 31 എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം തെറ്റാണ്. ശരി 51 ആണ്. ഇനി മാറ്റാൻ പറ്റൂല. മാറ്റാനുള്ള അവസരം തന്നല്ലോ, അപ്പൊ നിങ്ങൾ മാറ്റിയില്ല. വീണ്ടും വിളിക്കട്ടോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹൈദർ അലി, ആനക്കര. എന്തൊക്കെ ഹൈദർ അലിക്ക വിശേഷങ്ങള്? എന്താണ് നിങ്ങളെ വിശേഷങ്ങള്? നല്ല വിശേഷം. സുഖം തന്നെയല്ലേ? അതെ, റമദാനൊക്കെ എങ്ങനെയുണ്ട്? റമദാനൊക്കെ അങ്ങനെ പോകുന്നുണ്ട്, സുഖമായിട്ട് റാഹത്തായിട്ട് പോകുന്നുണ്ട്. റമദാൻ വിശേഷം ഒന്നും പറയാനില്ല നിങ്ങൾക്ക്? കഴിഞ്ഞ കാലങ്ങളൊക്കെ ഭയങ്കര സുഖമായിരുന്നു, ഭയങ്കര ഉഷ്ണാണ്. ചൂട് കൂടുതലാണ് അല്ലേ? അതെ അതെ അതന്നെ. ക്ഷീണം കൂടുന്നുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. അതൊന്നുമില്ല അല്ലേ? നിങ്ങളെ പഴയ കാലത്തെ ചെറിയൊരു ഓർമ്മ പങ്കുവെക്കാമോ? ചെറിയ കാലത്ത് ഓർമ്മ ഉണ്ടാവും. നോമ്പ് നോക്കുന്ന എല്ലാവരും കൂടെ പോയിട്ടുണ്ട്. അതില്ല. ഇപ്പൊ കാലം മാറിയില്ലേ? കാലം മാറി, ഉഷ്ണം കൂടുതലല്ലേ? അതെ അതെ. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ.
ആമീൻ. ചോദ്യം ചോദിക്കട്ടെ. അത് ചോദിച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം, ഉം. ദുൽഖർനൈനിയുടെ ചരിത്രം വിശദീകരിക്കുന്ന ഖുർആനിലെ അധ്യായം ഏതാണ്? ഒന്നുകൂടി ക്വസ്റ്റ്യൻ വേണം. ദുൽഖർനൈനിയുടെ ചരിത്രം വിശദീകരിക്കുന്ന ഒരു അധ്യായം ഖുർആനിലുണ്ട്. ആ ആ അധ്യായം ഏതാണ് എന്നാണ് ചോദ്യം. ശരി. അതെ അതെ ഓപ്ഷൻ വേണോ? വേണം. വേണം. 1 സൂറത്തുൽ കഹ്ഫ്, ആ 2 സൂറത്തുൽ മറിയം, ആ. 3 സൂറത്തുൻ നംല്. സൂറത്തുൽ കഹ്ഫ്. അതെ. സൂറത്തുൽ കഹ്ഫ് എന്നാണ് ഹൈദരലിക്ക പറഞ്ഞിട്ടുള്ളത്. അതെ. ആ ഉത്തരം ശരിയാകും നോക്കല്ലേ? അതെ, നോക്കുക. ആ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. എന്തില്ല? അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ആ ചോദിച്ചോളൂ. സൂറത്തുൻ നൂർ എന്നൊരു അധ്യായം ഉണ്ടല്ലോ. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ആ സൂറത്തില് 100 എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? ഏത് സ്ഥലം? സൂറത്തു നൂറിലെ ആ, നൂറ്. 100 എന്ന പദം, 100 എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? ശരി. ആ, ഓപ്ഷൻ. ഓപ്ഷൻ 5, 6, 7. ശരി. 6. 6ആണോ? അതെ. ഉറപ്പിക്കാം? ആ, ഉറപ്പിക്കാം. സംശയമില്ല. സൂറത്തു നൂറ് എന്ന അധ്യായത്തില് 100 എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട് എന്നാണ് ചോദിച്ചത്. ആ, ഓപ്ഷൻ പറഞ്ഞു. 5, 6, 7. ആ, അപ്പൊ 7. 7. അതെ. അപ്പൊ 7 ലോക്ക് ചെയ്യാം അല്ലേ? അതെ. 7 എന്ന ഉത്തരാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 6ൽ നിന്ന് 7ലേക്ക് കടന്നു. ഏതാ ശരി നോക്കുക അല്ലേ? അതെ അതെ അതെ. ശരിയാകോ? അറിയില്ലയോ? അറിയില്ല അല്ലേ? ശരിയായാൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? അതെ 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 അതെ. എന്നാ നോക്കുക അല്ലേ? അത് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം 7 എന്നാണ്. ആ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ. മൂന്നാമത്തെ ചോദ്യം സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. ആയിക്കോട്ടെ. അതില് ശ്രദ്ധിച്ച് ഉത്തരം പറഞ്ഞാൽ സമ്മാനം ലഭിക്കും. ഇൻഷാല്ലാ. സമ്മാനം ലഭിച്ചിട്ടുണ്ടോ മുമ്പ് വിളിച്ചിട്ട്? ആ. ഉണ്ട് അല്ലേ? ചോദിക്കട്ടെ. ആ. ഓരോ ദിവസവും പ്രഭാതത്തിൽ ഈ സൂറത്ത് ഓതിയാൽ ആ ദിവസത്തെ അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു വീട്ടിത്തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സൂറത്ത് ഏതാണ്? ആ. ക്ലിയർ ആണോ? ഓപ്ഷൻ വേണം. ഓപ്ഷൻ വേണം. സൂറത്തുൽ മുൽക്ക്, സൂറത്ത് യാസീൻ, ആ. സൂറത്തു റഹ്മാൻ. റഹ്മാൻ അല്ലേ? സൂറത്തു റഹ്മാൻ, ഉം. സൂറത്തുൽ മുൽക്ക്, സൂറത്ത് യാസീൻ, സൂറത്തു റഹ്മാൻ. പ്രഭാതത്തില് ഈ സൂറത്ത് ഓതിയാൽ ആ ദിവസത്തിലെ നിന്റെ ആവശ്യങ്ങൾ അല്ലാഹു തആല വീട്ടിത്തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ സൂറത്ത് എന്നാണ് ചോദ്യം. ശരി. പറയട്ടെ. പറഞ്ഞോളൂ. സൂറത്തു യാസീൻ. സൂറത്ത് യാസീൻ. അതെ. സൂറത്ത് യാസീൻ എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് ലോക്ക് ചെയ്തു. ആ. ഇനി മാറ്റാൻ പറ്റൂല കേട്ടോ. ആ. ശരി. എന്തത്ര ഉറപ്പ്? എല്ലാം ചെറുപ്പം കുറെ മുമ്പ് വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്. അത് എനിക്ക് തെറ്റുണ്ടോന്ന് അറിയില്ല. വായിച്ച ഓർമ്മയുണ്ട്. വായിച്ച ഓർമ്മ ഉണ്ട് അല്ലേ? അതെ. പ്രഭാതത്തിൽ സൂറത്ത് യാസീൻ ഓതിയാൽ ആ ദിവസത്തിലെ ആവശ്യങ്ങൾ വീട്ടിൽ തരുമെന്ന് വായിച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ. നിങ്ങളുടെ വായന ശരിയാണോ നോക്കുക. ആയിക്കോട്ടെ. ചിലപ്പോൾ ശരിയായാലോ? തന്നെ. ശരിയായ സമ്മാനം ലഭിക്കും അല്ലേ?
എന്താ? ശരിയായ സമ്മാനം ലഭിക്കും. അതെ അതെ. നോക്കല്ലേ, ആ നോക്ക്. നിങ്ങൾ പറഞ്ഞ ഉത്തരം യാസീൻ എന്നാണ്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ. സമ്മാനം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ചെയ്തു. നിങ്ങൾ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് എപ്പോഴും ഉണ്ടാകും. ജീവിതം അത്ര ശാശ്വതമൊന്നുമല്ലല്ലോ. അല്ലല്ല, നശ്വരമാകുന്ന ഈ ലോകമാണ്. ശാശ്വതമാകുന്ന പാരത്രിക ലോകത്തേക്ക് ഒരു യാത്ര ഉണ്ടല്ലോ നമുക്ക്. അതെ അത് അല്ലാഹു ഖൈറിലാക്കി തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. വലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടൊലീക്കിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? റഫീഖ്. ആ, റഫീഖ് എവിടുന്നാണ്? അഞ്ചക്കാട്. അയിലക്കാട്. ആ, ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. ചോദിക്കട്ടെ. ഒന്ന്, ഖുർആൻ ക്രോഡീകരണത്തിന് കാരണമായ യുദ്ധം ഏതായിരുന്നു? വിശുദ്ധമായ ഖുർആൻ ക്രോഡീകരണത്തിന് കാരണമായ യുദ്ധം ഏതായിരുന്നു? ഓപ്ഷൻ 1 യമാമ, 2 തബൂക്ക്, 3 ഖൈബർ. യമാമ എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ ജുസുകളാക്കി തിരിച്ചത് ആരായിരുന്നു? ഖുർആൻ ജുസുകളാക്കി തിരിച്ചത് ആരുടെ കാലത്താണ്? ഹലോ, ആരുടെ കാലത്താണ് വിശുദ്ധമായ ഖുർആൻ ജുസുകളാക്കി തിരിച്ചത്? ഓപ്ഷൻ 1 ഹാമിദ് ബിൻ റവാഹ, 2 ഹജ്ജാജ് ബിൻ യൂസുഫ്, 3 ഖാലിദ്. ഖാലിദ് എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഉറപ്പിക്കാം അല്ലേ? ഖാലിദ് എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ഹജ്ജാജ് ബിൻ യൂസുഫ് ആണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടൊലീക്കിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? സെലീന എവിടുന്നാണ്? പൊന്നാനി. സെലീന എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണല്ലേ. റമദാൻ എങ്ങനെയൊക്കെയുണ്ട്? റാഹത്തായി പോകുന്നുണ്ട് അല്ലേ? ചോദ്യത്തിലേക്ക് കടക്കാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. 3നും ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട്. ചോദിക്കട്ടെ. ഖുർആൻ പാരായണ വിദഗ്ധരുടെ തലവൻ എന്നറിയപ്പെടുന്ന സ്വഹാബി ആരാണ്? ഓപ്ഷൻസ് 1 ഉബയ്യ് ബിൻ കഅബ്, കഅബ് ബിൻ സുഹൈർ, അബ്ദുല്ലാഹി ബിൻ റവാഹ. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? 1 ആണോ 2 ആണോ 3 ആണോ? കഅബ് ബിൻ സുഹൈർ. കഅബ് ബിൻ സുഹൈർ എന്നാണ് നിങ്ങൾ പറയുന്നത്. ഉറപ്പിക്കാം. കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ഉബയ്യ് ബിൻ കഅബ് ആണ് കേട്ടോ.
ഉബയ്യബിന് കഅബ്. ആ ആ വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിഗിസിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ജഗനിയന്താവ് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങി നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം.